അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം. അതിൽ 30-ാമത്തെ ശ്ലോകത്തിലെ ഉത്തരാർത്ഥത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്നു. 39 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് ആദ്യം സമർപ്പിക്കുന്നത്. പിന്നീട് ഭാഷാഗാനം, അതിനുശേഷം പ്രഭാഷണം. രാജോവാച വിദിത്വേതി ഹഠം തസ്യ ദേവദൂതോ മുദാന്വിത. ഉവാച വചനം തഥ്യം സത്യം ചാതി മനോഹരം. ഉപായം ശൃണു വിപ്രേന്ദ്ര വിഹിതം യൽസുരൈഃ പുരാ. ആയുഷോർദ്ധപ്രദാനേന ജീവയാശു പ്രമദ്വരാം. രുരുരുവാച ആയുഷോർദ്ധം പ്രയച്ഛാമി കന്യായൈ നാത്ര സംശയ. അദ്യ പ്രത്യാവൃതപ്രാണ പ്രോത്തിഷ്ഠതു മമ പ്രിയ. വിശ്വാവസുസ്തദാ തത്ര വിമാനേന സമാഗത. ജ്ഞാത്വാ പുത്രീം മൃതാം ചാശു സ്വർഗലോകാൻ പ്രമദ്വരാം. തതോ ഗന്ധർവരാജശ്ച ദേവദൂതശ്ച സത്തമാ. ധർമ്മരാജമുപേത്യേദം വചനം പ്രത്യഭാഷതാം. ധർമ്മരാജ രുരോഃ പത്നീ സുതാ വിശ്വാവസോസ്തഥാ. സുതാ പ്രമദ്വരാ കന്യാ ദഷ്ടാ സർപ്പേണ ചാധുനാ.
സാ രുരോരായുഷോർധേന മർത്തുകാമസ്യ സൂര്യജ സമുത്തിഷ്ഠതു തന്വംഗീ വ്രതചര്യാ പ്രഭാവത. ധർമ്മ ഉവാച വിശ്വാവസുസുതാം കന്യാം ദേവദൂത യദീച്ഛസി ഉത്തിഷ്ഠത്വായുഷോർധേന രുരും ഗത്വാ ത്വമർപ്പയ. രാജോവാച ഏവമുക്തസ്തതോ ഗത്വാ ജീവയിത്വാ പ്രമദ്വരാം രുരോ സമർപ്പയാമാസാ ദേവദൂതസ്ത്വരാന്വിതാ. തത ശുഭേന്വിധിനാ രുരുണാപി വിവാഹിതാ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര നാരായണീ നാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ നാം ഭാഷാഗാനമായി മലയാള തർജ്ജമയായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവ് പറഞ്ഞു. അവന്റെ വാക്കു കേട്ടപ്പോൾ ദേവദൂതനു സത്യമായി മധുരമായി ചൊല്ലിയേവം വഴിയുണ്ട്. ദേവജനം സ്വീകരിച്ച മാർഗമാണിത്. ആയുസ്സിന്റെ പാതി നൽകി കാമിനിയെ സ്വീകരിക്കൂ. ആയുസ്സിന്റെ പാതി നൽകി കാമിനിയെ ജീവിപ്പിക്കൂ. രുരു പറഞ്ഞു, പകുതി ഞാൻ കൊടുത്തിടാം, സംശയമില്ല. എന്റെ പ്രിയ ഇപ്പോൾ തന്നെ ജീവിക്കട്ടെ ഈ സമയം. വിശ്വാവസു വിമാനത്തിൽ അവിടെയെത്തി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തന്റെ പുത്രി മരിച്ചെന്നു കേട്ടാണല്ലോ വിശ്വാവസു വന്നതും ആ ദേവദൂതനൊപ്പത്തിൽ തന്നെ. ധർമ്മരാജാവിനെ കണ്ടു വിശ്വാവസു പുത്രിയായ ഗുരുവിന്റെ കാമിനിയ പ്രമദ്വരതാ. സർപ്പദംശനമേറ്റിട്ടു മരിച്ചുപോയവളെയോ ഗുരുവിന്റെ അർത്ഥായുസ്സിൻ ബലത്തിനാലും അവന്റെ ധർമ്മത്തിനാലും അവന്റെ വ്രതത്തിനാലും ജീവിക്കട്ടെ എന്നോദിനാ.
ബ്രഹ്മദേവൻ പറഞ്ഞു, കന്യക ജീവിക്കണമെന്നുള്ള മോഹത്താ ഗുരുവിന്റെ പകുതിയാം ആയുസ്സിനാൽ വിശ്വാവസു പുത്രിക്കു ജീവനെ കിടാം ഗുരുവിനേകൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവ് പറഞ്ഞു, ഇതു കേട്ടു ദേവദൂതൻ തിരിച്ചുപോയി മരിച്ചതാം പ്രമദ്വരയ്ക്കായി ജീവൻ നൽകിയ ശേഷം ഉടൻ തന്നെ അവളെയും ഗുരുവിനായി നൽകിയല്ലോ. വിധി പോലെ അവളെയും വിവാഹം ചെയ്തു. ഉടൻ തന്നെ അവളെയും ഗുരുവിനായി നൽകിയല്ലോ. വിധി പോലെ അവളെയും വിവാഹം ചെയ്തു. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഗൗരി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരട്ടെ എൻ ജീവിതം, ചേരട്ടെ എൻ ജീവിതം. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം ചൊല്ലി. അതിൻ്റെ ഉത്തരാർത്ഥത്തോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. രാജോവാച വിദിത്വേതി ഹഠം തസ്യ ദേവദൂതോ മുദാന്വിത. ദേവദൂതൻ ഈ രുരുവിൻ്റെ അടുത്ത് വന്നു. രുരു പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ തപസ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ രുരുവിൻ്റെ കടുംപിടുത്തം, വിദിത്വേതി ഹഠം തസ്യ, ദേവദൂതൻ വളരെ സന്തോഷിച്ചു. കാരണം തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം, അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ള രീതി, മറ്റൊരാളെയും ഞാൻ സ്വീകരിക്കില്ല എന്ന ഭാവം, ഇതൊക്കെ കണ്ടപ്പോൾ ദേവദൂതന് വലിയ സന്തോഷമായി. ഉവാച വചനം തഥ്യം സത്യം ചാതി മനോഹരം ഉപായം ശൃണു വിപ്രേന്ദ്ര വിഹിതം
യൽ സുരൈ പുരാ. സത്യമായ മധുരമായ വിധത്തിൽ ആ ദേവദൂതൻ രാജാവിനോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഇതിന് അങ്ങ് വിചാരിക്കുന്ന ഈ ആവശ്യത്തിന് നല്ലൊരു വഴിയുണ്ട്, ഒരു ഉപായമുണ്ട്, കേട്ടോളൂ. ഉപായം ശൃണു വിപ്രേന്ദ്ര. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ബ്രാഹ്മണനായിരിക്കുന്ന അവിടുന്ന് ഇത് വേണ്ട പോലെ കേൾക്കുക. പണ്ട് ദേവന്മാര് യൽസുരൈ പുര, പണ്ട് ദേവന്മാർ സ്വീകരിച്ചൊരു മാർഗം അത് അങ്ങക്ക് പറഞ്ഞു തരാം. എന്താണ് ആ മാർഗം? ആയുഷോദ്ധ പ്രദാനേന ജീവയാശു പ്രമദ്വരാം. അങ്ങയുടെ ആയുസിൻ്റെ പകുതി കൊണ്ട് ഈ പ്രമദ്വരയ്ക്ക് ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ പ്രമദ്വരയെ ജീവിപ്പിക്കുകയാണ് വേണ്ടത്. രുരുരുവാച, രുരു എന്ത് പറഞ്ഞു? ആയുഷോർത്ഥം പ്രയച്ഛാമി, എൻ്റെ ആയുസിൻ്റെ പകുതി ഞാൻ കൊടുക്കാം. കന്യായേ നാത്ര സംശയ, ആ കന്യകയ്ക്ക് പ്രമദ്വരയ്ക്ക് ഞാൻ കൊടുക്കാം, ഒട്ടും സംശയം വേണ്ട. അദ്യ പ്രത്യാവൃത പ്രാണ പ്രോത്തിഷ്ഠതു മമ പ്രിയ വിശ്വാവസുസ്തദാ തത്ര വിമാനേന സമാഗത. എൻ്റെ പ്രിയപ്പെട്ടവൾ ഈ പ്രമദ്വര ഇപ്പോൾ ജീവൻ ലഭിച്ച് എഴുന്നേൽക്കട്ടെ. അദ്യ പ്രത്യാവൃത പ്രാണ പ്രോത്തിഷ്ഠതു മമ പ്രിയ. ആ സന്ദർഭത്തിൽ വിശ്വാവസു അവിടേക്ക് വിമാനത്തിൽ എത്തിച്ചേർന്നു. പ്രമദ്വരയുടെ അച്ഛനാണ് അല്ലേ. ഇവിടെ നമ്മൾ ആ അതിസുന്ദരിയായ ഒരു അപ്സര സ്ത്രീക്ക് വിശ്വാവസുവിൽ നിന്നുണ്ടായ പുത്രിയാണ് പ്രമദ്വര എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അപ്പം അതുകൊണ്ട് ആ അതിസുന്ദരിയായിരിക്കുന്ന മേനകയ്ക്ക് വിശ്വാവസുവിലുണ്ടായ പുത്രിയാണ് പ്രമദ്വര. അപ്പോൾ വിശ്വാവസു അവിടേക്ക് വന്നു. ജ്ഞാത്വാ പുത്രിം മൃതാം ചാശു സ്വർഗലോകാത് പ്രമദ്വരാം തതോ ഗന്ധർവരാജശ്ച ദേവദൂതശ്ച സത്തമാ. തൻ്റെ പുത്രി പ്രമദ്വര മരിച്ചു എന്നറിഞ്ഞിട്ടാണ് അദ്ദേഹം ഓടി വന്നത് സ്വർഗത്ത് നിന്ന്. അപ്പോഴാണ് ആ ഗന്ധർവരാജാവും ആ ദേവദൂതനും ചേർന്ന് ധർമ്മരാജമുപേത്യേദം വചനം പ്രത്യഭാഷതാം. ധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും, ദേവദൂതനും ഈ ഗന്ധർവനും രണ്ടുപേരും അവിടുന്ന് നേരെ ചെന്ന് ധർമ്മരാജാവിൻ്റെ അടുത്തെത്തി. ഹേ ധർമ്മരാജാവേ, രുരോപത്നി സുതാ വിശ്വാവസോസ്തഥ, വിശ്വാവസുവിൻ്റെ പുത്രിയും രുരുവിൻ്റെ പത്നിയുമായിരിക്കുന്ന പ്രമദ്വര, സുതാ പ്രമദ്വര കന്യാ ദഷ്ടാ സർപ്പേണ ചാധുന. പറയാണ്, എൻ്റെ ആ മകൾ സുതാ, ആ പെൺകുട്ടി പ്രമദ്വര കന്യ ദഷ്ടാ സർപ്പേണ ചാധുന, സർപ്പദംശനമേറ്റ് മരിച്ചുപോയി ഇതാ ഇപ്പം തന്നെ. സാ രുരോരായുഷോർദ്ധേനാമർത്തുകാമസ്യ സൂര്യജ. ഹേ ധർമ്മരാജാവേ, മരിക്കാൻ ആഗ്രഹിച്ച രുരുവിൻ്റെ അർദ്ധായുസ് കൊണ്ടും, സൂര്യജനാണ് ധർമ്മദേവൻ, അപ്പം അതുകൊണ്ട് ആ രുരുവിൻ്റെ അർദ്ധായുസ് കൊണ്ടും സമുത്തിഷ്ഠതു തന്വങ്കി വ്രതചര്യ പ്രഭാവത, ആ രുരുവിൻ്റെ വ്രതചര്യയുടെ പ്രഭാവം കൊണ്ട് ഈ പെൺകുട്ടി ഇപ്പോൾ ജീവിക്കട്ടെ. ധർമ്മദേവൻ പറഞ്ഞു, വിശ്വാവസു സുതാം കന്യാം ദേവദൂത യദീച്ഛസി. ഹേ ദേവദൂത, ഈ കന്യക ജീവിക്കണമെന്ന്, വിശ്വാവസുവിൻ്റെ പുത്രിയായിരിക്കുന്ന ഈ കന്യക പ്രമദ്വര ജീവിക്കണമെന്ന അങ്ങയുടെ ആഗ്രഹമനുസരിച്ച് ഉത്തിഷ്ഠത്വ ആയുഷോർദ്ധേന രുരും ഗത്വാ ത്വമർപ്പയ, രുരുവിൻ്റെ പകുതി ആയുസ്സുകൊണ്ട് വിശ്വാവസുവിൻ്റെ പുത്രിയായിരിക്കുന്ന ഈ പ്രമദ്വര ജീവനുള്ളവളായിട്ട് തീരട്ടെ. അവളെ ജീവിപ്പിച്ചിട്ട് ആ രുരുവിന് തൻ്റെ ആ ഭാര്യയെ നൽകൂ എന്ന് പറയുന്നു. പരീക്ഷിത്ത് പറയുന്നു, ഏവമുക്തസ്തതോ ഗത്വ ജീവയിത്വ പ്രമദ്വര. ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ദൂതൻ പോയി ആ പെൺകുട്ടിക്ക്, ആ പ്രമദ്വരയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന് പറയുന്നു. ജീവൻ നൽകിയിട്ട്
രുരോ സമർപ്പയാമാസ ദേവദൂതസ്ത്വരാന്വിത. വളരെ വേഗത്തിൽ ആ പെൺകുട്ടിയെ, പ്രമദ്വരയെ രുരുവിന് നൽകി. അവൾക്ക് ജീവൻ കിട്ടി. ആ ജീവനോടെ രുരുവിന് തൻ്റെ പത്നിയാവാൻ പ്രമദ്വരയെ ദേവദൂതൻ നൽകുകയും ചെയ്തു. പിന്നീട് പറയുകയാണ്, അതിനുശേഷം തത ശുഭേന്യവിധിന, അതിനുശേഷം വേണ്ടതുപോലെ ആ വിധിയാം വണ്ണം ശുഭമായ ഒരു ദിവസത്തിൽ അവളെ വിധിയാവണ്ണം രുരു വിവാഹം ചെയ്തു എന്നും പറയുന്നു. അപ്പോൾ ഈ നിലയിൽ യുദ്ധം ആ രീതിയിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഉപായം കണ്ടുപിടിക്കേണ്ടത് എന്ന് പരീക്ഷിത്ത് പറയുന്നു. തക്ഷകദംശനമേറ്റ 7-ാം ദിവസം മരിക്കും എന്ന ആ ഗവിജാതൻ്റെ അല്ലെങ്കിൽ ശൃംഗിയുടെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത് വിധിയാണെന്ന് വിചാരിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്. അല്ലയോ മന്ത്രിമാരെ, ഇതിനുള്ളൊരു ഉപായം നിങ്ങൾ തന്നെ കണ്ടെത്തൂ. ഏതെങ്കിലും നിലയ്ക്ക് എൻ്റെ ഈ ജീവിതത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങളത് ആലോചിക്കൂ. ഇവിടെ രുരു തൻ്റെ പാതി ആയുസ് തൻ്റെ പ്രിയ പത്നിക്ക് അല്ലെങ്കിൽ തൻ്റെ ഭാവി വധുവിനായിട്ട് നൽകി. അതുകൊണ്ടാണ് രുരുവിന് തൻ്റെ ഭാര്യയെ തിരിച്ച് കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ നമ്മളും വേണ്ടത് ചെയ്യുകയാണ് വേണ്ടത് എന്ന് ആ പരീക്ഷിത് മഹാരാജാവ് തൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്ന് മന്ത്രിമാരോട് ചോദിക്കുന്നു. അങ്ങനെ ഇവിടെ ഇതാ നമ്മൾ 39-ാമത്തെ ശ്ലോകം, ദ്വിതീയ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപുഷ്പാഞ്ജലി സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.